പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നതായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പട്നയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ബീഹാർ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. നമ്മുടെ ആഗ്രഹം രാജ്യത്താകമാനം 400 സീറ്റുകൾ നേടുകയെന്നുള്ളതാണ്. നരേന്ദ്രമോദിജി വീണ്ടും മുഖ്യമന്ത്രിയാകണം. ബീഹാർ വികസിക്കും, എല്ലാം സംഭവിക്കും എന്നാണ് പട്നയിലെ പ്രസംഗത്തിൽ നിതീഷ് കുമാർ പറഞ്ഞത്. നാക്കുപിഴ മറ്റ് നേതാക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സ്വയം തിരുത്തിക്കൊണ്ട് താൻ ഉദ്ദേശിച്ചത് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുകയും മുന്നോട്ടു പോകുകയും ചെയ്യുമെന്നാണ് നിതീഷ് കുമാർ പറഞ്ഞു. നരേന്ദ്രമോദി ഇതിനകം പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോൾ മുന്നോട്ടു പോകുമെന്ന് ഞാൻ പറയുന്നു. അതാണ് എനിക്ക് വേണ്ടത്, നിതീഷ് കുമാർ വീണ്ടും ആവർത്തിച്ചു. 2020 അന്തരിച്ച ബീഹാറിൽ നിന്നുള്ള മുതിർന്ന നേതാവ് രാംവിലാസ് പസ്വാനു വേണ്ടി കുമാർ വോട്ട് ചോദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും നാക്കുപിഴ വരുന്നത്. ബീഹാറിൽ തങ്ങൾക്കനുകൂലമായ ഘടകമല്ല ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ BJP സർവേ അടക്കം പുറത്തെടുത്താണ് പ്രചാരണ രംഗം കൊഴുപ്പിക്കുന്നത്. 400 സീറ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യം എളുപ്പമല്ലെന്ന തിരിച്ചറിവാണ് BJPക്ക് ഇപ്പോൾ ഉള്ളത്. ജൂൺ 1-നാണ് അന്തിമഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ സർവേ ഫലങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവചിച്ച ശേഷം നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും BJPക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യം വ്യക്തമായ മേൽക്കൈ നേടുമെന്ന പ്രവചനങ്ങൾക്ക് ശേഷം 3-ാം ഘട്ടത്തിൽ പ്രചരണ തന്ത്രം തന്നെ BJP മാറ്റിയിരുന്നു. ബീഹാറിൽ ഇക്കുറി കാറ്റ് മാറി വീശുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. RJDയുടെ തേജസ്വി യാദവും കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും പങ്കെടുത്ത റാലികളെല്ലാം അത്ഭുതപൂർവമായ ആൾത്തിരക്കാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ BJPക്ക് ആശങ്കയുണ്ട്. എന്നിരുന്നാലും നല്ല മാർജിനിൽ ഭരണം നിലനിർത്താമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.